മാർക്കറ്റ് സ്ട്രക്ചർ എന്താണെന്ന് പഠിച്ചാൽ നമുക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ലേ? പറഞ്ഞുതരാം. നമുക്ക് ആദ്യം 3 ടൈപ്പാണ് മാർക്കറ്റിന്റെ സ്ട്രക്ചർ, അല്ലെങ്കിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് 3 ടൈപ്പിലാണ്. ഒന്ന് അപ് ട്രെൻഡ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയും, മാർക്കറ്റ് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ. ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നത് മാർക്കറ്റ് താഴോട്ടാണ് പോകുന്നതെങ്കിൽ ഡൗൺ ട്രെൻഡ്. ഇനിയിപ്പം മാർക്കറ്റ് മുകളിലോട്ടും താഴോട്ടും പോകാതെ ഒരു സൈഡ് ബേസിലൊക്കെ മൂവ് ചെയ്യുകയാണെങ്കിൽ കൺസോളിഡേഷൻ മാർക്കറ്റ് എന്ന് പറയും. ഓക്കെ, നമുക്ക് അപ് ട്രെൻഡ് മാർക്കറ്റ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം നമുക്ക് മാർക്കറ്റൊക്കെ എപ്പോഴും മൂവ് ചെയ്യുന്നത് ഒരിക്കലും സഡൻ ആയിട്ട് ഷൂട്ട് ചെയ്ത് മുകളിലോട്ട് കണ്ടിന്യൂസ് പോകുമായിരിക്കത്തില്ല, അൺലെസ് ന്യൂസോ ഹൈ ഇമ്പാക്ട് ന്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ. ഓക്കെ, സോ നോർമലി മാർക്കറ്റ് എപ്പോഴും മൂവ് ചെയ്യുന്നത് സിക്സ് ആഗ് ആയിട്ടായിരിക്കും. അതായത് ഇപ്പോൾ ഒരു ലോയിന്ന് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു ഹൈ എത്തിയതിനു ശേഷം മാർക്കറ്റ് ചെറിയ രീതിയിൽ കറക്ഷൻ തരും. വീണ്ടും ഇമ്പൾസീവ് ആയിട്ടൊരു മൂവ് തന്നാൽ മാർക്കറ്റ് അതിനൊരു കറക്ഷൻ തരും. വീണ്ടും ഒരു മൂവ് വന്നാൽ മാർക്കറ്റ് കറക്ഷൻ തന്നിരിക്കും. സോ ഇമ്പൾസീവ് മൂവും അതുപോലെ തന്നെ കറക്ഷൻ എന്നൊക്കെ പറയുന്നത് കുറച്ച് പുതിയ ടൈംസ് ആണ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇവിടെ ലോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ലോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തൊരു ഹൈ എത്തി. അഗൈൻ പ്രീവിയസ്ലി ക്രിയേറ്റ് ചെയ്ത ഹൈയേക്കാൾ മുകളിൽ മാർക്കറ്റ് ഒരു പുതിയ ലോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആദ്യത്തെ ഹൈ ബ്രേക്ക് ചെയ്ത് പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ പ്രീവിയസ്ലി ക്രിയേറ്റ് ചെയ്ത ലോയേക്കാൾ മുകളിലുള്ള ലോ ഹയർ ലോയും, പ്രീവിയസ്ലി ക്രിയേറ്റ് ചെയ്ത ഹൈയേക്കാൾ മുകളിലുള്ള ഹൈ ഹയർ എന്ന് പറയും. ഇനി അങ്ങോട്ട് പോകുന്ന സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഹൈ ബ്രേക്ക് ചെയ്ത് ഹയർ ഹൈ ബ്രേക്ക് ചെയ്ത് പുതിയ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ഹയർ ലോ ബ്രേക്ക് ചെയ്ത് പുതിയ ഹയർ ലോ ബ്രേക്ക് ചെയ്യുകയല്ല, ഹയർ ലോ പ്രീവിയസ്ലി ക്രിയേറ്റ് ചെയ്ത ലോയേക്കാൾ മുകളിലാണെങ്കിൽ അത് ഹയർ ലോ ആയിരിക്കും. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു രീതിയിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ ബൈ എൻട്രീസ് നോക്കാനായിട്ട് പറ്റും. കാരണം മാർക്കറ്റിൽ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം പ്രൈസിനൊരു ചെറിയ ഡ്രോപ്പ് വരുന്ന ടൈമിൽ മാർക്കറ്റ് വീണ്ടും ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് തിരിച്ച് പുതിയൊരു ഹൈയിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് അവിടെ എന്താ നമുക്ക് ബൈ എൻട്രീസ് ഫോക്കസ് ചെയ്യാം. ഇനി ചാർട്ടിൽ നോക്കുവാണെങ്കിൽ ഒരു അപ് ട്രെൻഡ് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ജസ്റ്റ് നോക്കിയാൽ മതി. ഇവിടെ മാർക്കറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. മാർക്കറ്റ് ഒരു ലോ പോയിന്റ് ചെയ്യുന്ന ഒരു ലോയിൽ സ്റ്റാർട്ട് ചെയ്തു, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, അവിടുന്ന് മാർക്കറ്റ് സെല് ചെയ്തു. കാരണം ഒരു ഹൈ ഒക്കെ എത്തുന്ന ടൈമിൽ ലോ പോയിന്റിൽ നിന്ന് ബൈ ചെയ്ത ട്രേഡേഴ്സ് ഒക്കെ സെല് ചെയ്യാനായിട്ട് തുടങ്ങും. മാർക്കറ്റ് സ്ലോലി താഴോട്ട് വരും, ലോ ക്രിയേറ്റ് ചെയ്തു, ലോയിൽ നിന്ന് മാർക്കറ്റ് വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രീവിയസ്ലി ക്രിയേറ്റ് ചെയ്ത ഹൈയേക്കാൾ മുകളിൽ മാർക്കറ്റ് ഹൈ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഹയർ ഹൈ എന്നാണ് വിളിക്കുന്നത്. ഹൈ തന്നെയാണ്, ജസ്റ്റ് ഒരു ടൈം വ്യത്യാസം. സോ എഗെയിൻ മാർക്കറ്റ് ആ ഒരു പോയിന്റ് ചെയ്ത് സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു, മാർക്കറ്റ് ഒരു ഡിസ്കൗണ്ട് പ്രൈസിലോട്ട് വരുന്നു. പ്രീവിയസ്ലി ക്രിയേറ്റ് ചെയ്ത ലോയേക്കാൾ മുകളിലാണ്ട് ഹൈ ലോ എന്നാണ് വിളിക്കുന്നത്. എഗെയിൻ മാർക്കറ്റ് അവിടെ നിന്ന് ജമ്പ് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ മുകളിലോട്ട് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പം ശരിക്കും ഒരു അപ് ട്രെൻഡ് മാർക്കറ്റ് ആണെങ്കിൽ എൻട്രി നോക്കേണ്ടത് ഹയർ ലോയുടെ ഏരിയയിലാണെങ്കിൽ നിയർ ബൈ ഹയർ ലോയിലാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. ബൈ എൻട്രി ആണെങ്കിൽ ഡിസ്കൗണ്ട് പ്രൈസിൽ എത്തുന്നുണ്ടായിരിക്കും.